ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നത്തോലിയാണ്. നത്തോലി വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്. നത്തോലി, നത്തല് എന്നൊക്കെ പറയും. അപ്പോൾ നത്തോലി റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നത്തോലി റോസ്റ്റിന് ആവശ്യമായ മസാലപ്പൊടികൾ, അതായത് 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയുമാണ് മസാല റോസ്റ്റിന് എടുക്കുന്നത്. പിന്നെ വേണ്ടുന്ന സാധനമാണ് 3 ചെറിയ തക്കാളി ചെറുതായിട്ട് ഈ രീതിക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ കുടം വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, അത് ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം പിന്നെ നിങ്ങൾക്ക് സവാളയും ചേർക്കാവുന്നതാണ്. സവാളയാണെങ്കിൽ 2 വലിയ സവാള എടുത്തോളൂ. പിന്നെ വേണ്ടുന്നത് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 3 പച്ചമുളക് എടുക്കുമ്പോൾ എരിവിനനുസരിച്ച് എടുക്കാം. മസാലപ്പൊടികൾ നമ്മൾ കുരുമുളക് കൂടുതൽ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിന് എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളകെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നത്തോലി റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. സോറി ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇതിലെടുക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ 2 ചുള എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ, പിന്നെ നല്ല കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ട് പിന്നെ വെച്ചതാണ്. പിന്നെ ഇച്ചിരി ഉലുവ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്കിതാ ഇത്തിരി ഒരു 10-15 മണി ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആ ഉലുവ കൂടി ഒന്ന് പൊട്ടി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉലുവയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ പച്ചമുളക് ഇപ്പോഴേ ഇട്ടാൽ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കൂടുതൽ എരിവ് അതിലേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടാത്തവർ ഏറ്റവും ലാസ്റ്റ് പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എനിക്ക് കറിവേപ്പില കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾക്ക് ഈ ചെറിയ ഉള്ളി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറം ആവണ്ട. അപ്പോൾ ഉള്ളിയുടെ നിറം മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രക്കും മതി. ഇനി നമ്മൾക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി നമുക്ക് വേവിച്ചുടച്ചെടുക്കാം. അപ്പോൾ തക്കാളി 3 എടുത്തത് കൊണ്ടാണ് ഞാൻ ചെറിയ കുടംപുളി എടുത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് നമുക്ക് വേവിച്ച് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിനായി ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി എടുത്തത്. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് 1.5 ടേബിൾ സ്പൂൺ ചുവന്നമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ കുടംപുളി ഇട്ട് വെച്ച വെള്ളത്തോട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നത്തലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും, അത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും നമ്മൾ ഈ കുടംപുളി പൊതിർക്കുന്ന സമയത്ത് അതിലോട്ട് ഉപ്പിട്ടിരുന്നു. അത് മാത്രമല്ല ഉള്ളി വഴറ്റുന്ന സമയത്തും അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം, അടച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നത്തൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. വെള്ളം ഒഴിച്ചാൽ നമ്മൾക്കിത് റോസ്റ്റിൻ്റെ രൂപത്തിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഗ്രേവിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഇളക്കി മറിച്ച് കൊടുക്കേണ്ട, പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ആ മസാലയെല്ലാം നമുക്ക് ആ മീനിൻ്റെ മുകളിലോട്ട് നമുക്ക് പിടിക്കുന്ന രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇത് നമ്മൾക്ക് ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഗ്രേവിയിലോട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. ആ തക്കാളിയുടെ പുളിയും പിന്നെ നമ്മളിട്ട കുടംപുളിയും എല്ലാം നന്നായിട്ട് ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം, മൂടി വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാൻ മറന്നേക്കരുത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഒന്ന് ഞാൻ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, അടി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. നമുക്ക് നത്തോലി റോസ്റ്റ് റെഡി ആയെന്ന് നോക്കാം. കണ്ടില്ലേ, വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇതാ ബാക്കി പിന്നെ ചട്ടീൻ്റെ ചൂടുകൊണ്ട് എല്ലാം നന്നായി ഒന്ന് വറ്റി വന്നോളും. കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല, എല്ലാം ഉടഞ്ഞു പോവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആരും ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ പുളി കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടാത്തവർക്ക് പിന്നെ തക്കാളി ഒന്നെടുത്താൽ മതി. കുടംപുളിയുടെ അളവ് ഒന്നുകൂടി കൂട്ടിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.